കേരളത്തിൽ ബി.ജെ.പിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അത് വ്യക്തമാണ്. ഇത്തവണ 4 സീറ്റ് കേരളത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് SNDP-കാരുടെ വോട്ടിൽ വിജയിച്ചു കയറാനുള്ള സാധ്യതകൾ ഏറെയാണ്. പ്രചാരണത്തിലുടനീളം ആലപ്പുഴയിലുള്ള സ്ത്രീകൾക്കിടയിൽ ഒരു അനുഭാവ തരംഗമുണ്ടാക്കിയെടുക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുമുണ്ട്. ശോഭാ സുരേന്ദ്രനെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അമിത് ഷാ കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്ത എത്തുന്നത്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമിത് ഷാ എത്തുന്നത്. കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തെ അമിത് ഷാ അഭിസംബോധന ചെയ്യും. പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ശോഭാ സുരേന്ദ്രന് പിന്തുണ അറിയിച്ച് അമിത് ഷാ രംഗത്തെത്തിയിരിക്കുന്നത്. പുന്നപ്ര കാരമൽ പോളിടെക്നിക് ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ അമിത് ഷാ അഭിസംബോധന ചെയ്തു. NDA സംസ്ഥാന ജില്ലാ നേതാക്കളും 10,000-കണക്കിന് പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ അമിത് ഷായുടെ ആദ്യ പൊതുസമ്മേളനമാണ് ഇത്. യോഗത്തിന് ശേഷം ഉച്ചയോടെ അമിത് ഷാ ഡൽഹിക്ക് തിരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 19-ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന് പിന്തുണയറിയിച്ച് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേരളത്തിലെത്തിയിരുന്നു. അമിത് ഷായുടെ വരവ് KC വേണുഗോപാലിനും വലിയ വെല്ലുവിളിയായിരിക്കും ഉയർത്തുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അനിൽ ആന്റണിക്കെതിരായും ശോഭാ സുരേന്ദ്രനെതിരായും രംഗത്തെത്തിയ ദല്ലാൽ നന്ദകുമാർ ആർക്കു വേണ്ടിയാണ് രംഗത്തെത്തിയത് എന്ന ചോദ്യം പത്രക്കാർ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു വലിയൊരു ആരോപണമാണ് ശോഭാ സുരേന്ദ്രന് നേരെയും ദല്ലാൽ നന്ദകുമാർ ഉയർത്തുന്നത്. അതേസമയം അനിൽ ആന്റണിയും ശോഭയും നന്ദകുമാറിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള കണ്ണൂരിലെ ഉന്നത CPM നേതാവിനെ BJP-യിൽ ചേർക്കാൻ ദല്ലാൽ നന്ദകുമാർ തങ്ങളുടെ ദേശീയ ഓഫീസിൽ കയറി നിറങ്ങിയതായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. 10 ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു ശോഭ. താൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ വാങ്ങിയത് ദല്ലാൽ നന്ദകുമാറിന് 8 സെന്റ് സ്ഥലം വിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ആ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത്. 10 ലക്ഷം രൂപ തന്ന് ഉടൻ തന്നെ സ്ഥലം കച്ചവടം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആളാണ് ദല്ലാൽ നന്ദകുമാർ. 10 ലക്ഷം രൂപ തനിക്ക് അഡ്വാൻസായി പൊതിഞ്ഞ പണമായിട്ടാണ് തരുന്നത്. എന്നാൽ അത് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണമെന്ന് പറഞ്ഞു. അനധികൃതമായി പൈസ വാങ്ങുകയാണെങ്കിൽ അത് രഹസ്യമായിട്ടല്ലേ വാങ്ങുക എന്നും ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്.